വേണ്ട, എനിക്ക് അറിയില്ലായിരുന്നു നിനക്ക് ദൈവത്തിന്റെ ഭാഷ മനസ്സിലാവില്ല. വേണ്ട വേണ്ട, എന്നൊന്നും ചെയ്യല്ലേ. വേണ്ട വേണ്ട, സോറി, എന്നോട് ക്ഷമിക്കില്ല. വേണ്ട വേണ്ട, എന്നൊന്നും ചെയ്യല്ലേ. വേണ്ട വേണ്ട. ഏയ്, എന്തിനാ കിടന്ന് നിലവിളിക്കുന്നത്? അടുത്ത് തന്നെ ഞാൻ നിൽക്കുന്നുണ്ടല്ലോ, പറയേ. ഞാൻ നിങ്ങളെ അല്ല, ഞങ്ങളുടെ മുത്തശ്ശനെ വിളിച്ചത്. മുത്തശ്ശൻ ഭവാനി ശങ്കർ, ഞങ്ങളുടെ ബോസാത്. സാൻഡൽവുഡ് സ്മഗ്ലിംഗ് കിങ്ങേ. ബോസേ, ഇത് പോലീസിന്റെ ആളാണ് കേട്ടാ. നമ്മുടെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വന്നാണ് ഇയാള്. നടുവിന്റെ ഊപ്പാടിളകി. എന്ത് ഇയാള് പോലീസിന്റെ ആളാണെന്നാ? ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ആ മുറിയിൽ അടച്ചിടാൻ. ഉപ്പ് കിണ്ണവൻ ആരായാലും വെള്ളം കുളിക്കും. വിഡ്ഢികളുടെ രാജാവേ, ആദ്യം ഒന്ന് ശരിക്ക് സംസാരിക്കാൻ നോക്ക്. 10 പൈസയുടെ വിവരമില്ല, രാജാവാണത്രേ വിഡ്ഢികളുടെ രാജാവ്. എന്നെ പഠിപ്പിക്കാണല്ലേ? ഈ ഭവാനി ശങ്കറിനോട് കളി വേണ്ട. ഞാൻ പറയണതൊക്കെ വളരെ ശരിയാണ്. ഉപ്പ് കിണ്ണവൻ വെള്ളം കുളിക്കും. ബുദ്ധിയില്ലാത്ത കഴുതേ, നിന്നെ ഞാൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? നിന്നെ പഠിപ്പിക്കണമെങ്കിൽ ഒരുപാട് പാടാ. വീണ്ടും കേട്ടോ, ഉപ്പ് തിന്നത് ആരായാലും വെള്ളം കുടിക്കും, മനസ്സിലായോ? എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട കളവാ. പഠിപ്പിക്കാം. 6 മാസം എന്റെ അടുത്ത് ട്യൂഷന് വന്നോ, എല്ലാം പഠിപ്പിക്കാം. ഒന്നാന്തരമായിട്ട് പഠിപ്പിക്കാം. എന്റെ കണ്ണിന്റെ മുമ്പിന്ന് വേഗം ഇവരെ മുളിയിലും കൊണ്ടുപോയി കട്ടിയിട്. തിന്നാനും കൊടുക്കണ്ട. അങ്ങനെയല്ല പറയേണ്ടത്, ഉച്ചാരണം ശരിക്ക് പ്രയോഗിക്കണം. ശരി, ഇന്നു മുതൽ തന്നെ ട്യൂഷൻ ആരംഭിച്ചേക്കാം. തയ്യാറാണോ? ആ കളബനോട് പറഞ്ഞേക്ക് കേട്ടാ. എന്റെ അടുത്തെങ്ങാനും ചൊറിയാൻ വന്നാലുണ്ടല്ല, എന്റെ ദേഷ്യം പിന്നെ ഭയാനകമായിരിക്കും. അല്ല അല്ല അല്ല, അങ്ങനെ അല്ല ഉച്ചരിക്കേണ്ടത്. ഭയാനകമല്ല, ഭയാനകം. ഭയാനകം. ഭൂതം എന്ന് കേട്ടിട്ടുണ്ടോ? ഭൂതം. കുട്ടി, എനിക്ക് നിന്റെ ഭാവി കാര്യങ്ങൾ പറയാൻ പറ്റും. നീ നിന്റെ മുത്തശ്ശനെ അന്വേഷിച്ചിറങ്ങിയതാണല്ലേ? ചെല്ലോ, തീർച്ചയായിട്ടും കണ്ടു കിട്ടും മോനെ. താങ്ക് യു വെരി മച്ച്. എന്റെ മുത്തശ്ശനെ ഈ കടയിലുള്ള ഭവാനി ശങ്കറിന്റെ ആൾക്കാർ പിടിച്ചോണ്ട് പോയി. പറയാം മോനെ, എല്ലാ കാര്യവും ഞാൻ നിനക്ക് പറഞ്ഞു തരാന്നേ. ആദ്യം ഇത് കുറച്ച് കഴിക്കുകൂട്ടാ. ഇത് മോൻ കഴിച്ചു കഴിഞ്ഞാൽ മോന്റെ വിശപ്പും ദാഹവും ഒക്കെ മാറിക്കിട്ടും. ഹലോ, കേട്ടോ? ഞങ്ങള് ശിവയുടെ സുഹൃത്തുക്കളാ. നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ വരൂ. ശിവയുടെ അടുത്തേക്ക് ഞങ്ങൾ കൊണ്ടാക്കാം. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു വെരി മച്ച്. വന്നേ, എല്ലാവരും വേഗം വന്നേ. ശിവ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമില്ല മുത്തശ്ശന് കുഴപ്പമൊന്നുമില്ലല്ലോ. ശിവ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. വാ, ഓടിപ്പോകാം. ഈ കെട്ടൊന്ന് അഴിച്ചുവിടൂ, ഞങ്ങൾക്ക് ഓടിപ്പോകാനുള്ളതാ. അഴിച്ചുവിടാം. തനിക്കെന്താ തലയ്ക്ക് വട്ടുണ്ടാ? അയാള് പറഞ്ഞെന്ന് കരുതി ഉടനെ കെട്ടഴിക്കാൻ പോവാണ്. എന്റെ മമ്മി പറഞ്ഞു തന്നിട്ടുണ്ട്, മുതിർന്നവര് പറയുന്നതൊക്കെ അനുസരിക്കണമെന്ന്. ഒരു മമ്മിയുടെ പുന്നാര് പിൻഗാമി വന്നേക്കണ്. ഭവാനി ശങ്കർ ബോസ് പറയണത് മാത്രം താൻ അനുസരിച്ചാ മതി കേട്ടാ. വാച്ച് പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്യൂ.
മുത്തശ്ശ ഇപ്പൊ എന്റെ കളി കണ്ടോ? എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ, സൈഡ് പ്ലീസ്, സൈഡ്. ഈ സൈക്കിൾ ആളില്ലാതെ തന്നെ ഓടുന്നത് എങ്ങനെയാ? ഇത് വല്ല ഭൂതത്തിന്റെയും പണിയാണോ? ഭൂതം തന്നെയാണ് സൈക്കിൾ ഓടിക്കുന്നത്. ഞാൻ ഭൂതമല്ല, ഞാൻ പറയുന്നത് സത്യമാണ്. നിങ്ങൾ പേടിക്കണ്ട. ഞാനിപ്പോ വെറുതെ ഓടിക്കൊണ്ടേയിരിക്കും. എനിക്ക് വിശക്കുന്ന സമയത്ത് ഞാൻ ആരെങ്കിലും പിടിച്ചു കഴിക്കും. എന്റെ ഡയറ്റ് വളരെ കുറവാണ് കേട്ടോ. ഓടിക്കോ, ഈ സൈക്കിളിന് വിശന്ന് ആരെങ്കിലും പിടിച്ച് കഴിക്കൂന്നാ പറയുന്നേ. ഹലോ തടിയനേക്കാൾ ഒന്ന് നിൽക്കാമോ? എനിക്ക് നിങ്ങളെ ഇഷ്ടമായി. ഞാൻ നിങ്ങളെയാണ് കഴിക്കാൻ പോകുന്നത്. നല്ല രുചിയായിരിക്കും. എന്റെ മമ്മി എന്നെ കഴിക്കല്ലേ. ഞാൻ കുളിക്കാറില്ല, നനയ്ക്കാറില്ല, ഒന്നുമില്ല. വേണ്ട, ഞങ്ങളൊന്നും ചെയ്യരുത്. വേണ്ട, ഞങ്ങളെ മണ്ടന്മാര് എന്തിനാ കിടന്നിങ്ങനെ ഓളുന്നത്? അത് പൂതോ ഗീതോ ഒന്നും അല്ല. അത് ലിബോട്ടിലാണ് പ്രവർത്തിക്കുന്നത്. വിളിക്കിരടി വേണം. കൊട്ടെ, ഈ കോപ്ലായകളൊക്കെ നീയാണ് ഒപ്പിച്ചതല്ലേ? കൊട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. ശിവ, ഞാൻ എത്തിക്കഴിഞ്ഞു. ഇനി നീ ഒന്നിനെ കുറിച്ചും പേടിക്കണ്ട. എന്റെ ശിവ, ഒന്ന് മണിയാക്ക്. എന്നെ ഇങ്ങനെ തള്ളല്ലേ, എനിക്ക് വയ്യ. ടെട്ട് പള്ളി പോയി. ഇനി ഒളിക്കണം. ഞാൻ ഇങ്ങനത്തെ തെറ്റ് ചെയ്യില്ല. അതെ, വേദനിക്കണ്ടോ? അങ്ങനെയല്ല ഉച്ചരിക്കേണ്ടത്. നീ ഒരു കാലത്തും ശരിയാകാൻ പോകുന്നത്. ജയിലിൽ നല്ല ട്യൂഷൻ പഠിപ്പിക്കാൻ ഞാൻ വരാം, മറക്കണ്ട. നന്ദി ശിവ. നീ കാരണം ഇന്ന് ഈ ഗ്രാമം ഞങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. എല്ലാവരും ചേർന്ന് പറയൂ, ശിവ വിജയിക്കട്ടെ.